വിഷയങ്ങളിൽ അല്ലെങ്കിൽ പെണ്ണ് കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കേസുകളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ഉണ്ട് എന്നൊരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണെന്ന് തോന്നുന്നു സർ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം വന്നപ്പോൾ CPM-നെ നമ്മൾ പ്രത്യക്ഷമായി സമരമുഖത്ത് എവിടെയും കണ്ടിട്ടില്ല. പകരം വി ശിവൻകുട്ടിയെ പോലെ കെ ശൈലജയെ പോലെയുള്ള നേതാക്കൾ വന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് ഉണ്ടായത്. പക്ഷേ തെരുവിലേക്ക് ഇറങ്ങാൻ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്താൻ CPM-നെ കണ്ടില്ല. പകരം ഇവരുടെ പോഷക സംഘടനയായ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയായ യുവജന സംഘടനയായ SFI-യും DYFI-യും ഒക്കെ നിരത്തിലുണ്ടായിരുന്നു താനും. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് അനുകൂലമല്ല എന്ന് പൊതുജനങ്ങളെ തോന്നിപ്പിക്കുന്ന എന്നാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കാം CPM സ്വീകരിച്ചത്? അതില് വളരെ ഒരുപാട് സങ്കീർണമായ വിഷയങ്ങളുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുള്ളി ഒരു ഷോമാനാണ് ബേസിക്കലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇദ്ദേഹം കുറെ കാലം മുമ്പ് വെളുപ്പിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് പോയ ഒരു കേസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതോ ഒരു കേസിൽ അവിടെ വളരെ നിസ്സാരമായ ഒരു കേസായിട്ടാണ് അത് തോന്നുന്നത്. നമുക്ക് തോന്നിയിട്ടുള്ളത് അത്രേ ഉള്ളൂ. അതായത് പൊതുപ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ അതിനെതിരെ കേസ് ചെയ്യും, ചിലപ്പോൾ വാറന്റ് ഇടും, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അതിനെ ഒരു ഒരു സംഭവമാക്കുന്ന രീതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളിലും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ മൂർച്ചേറിയ പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്ന ഒരു വിഷയം, ഇത് ആരെയാണ് പ്രതിരോധത്തിലാക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തില് നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതൊരു ഫ്ലിത്തി, അതായത് അതിന്റെ അടിത്തറ എന്ന് പറയുന്നതിന് യാതൊരു ക്ലാരിറ്റി ഇല്ല. അതായത് പരാതിക്കാരി പുറത്തു വന്നിട്ടില്ല. ഈ പരാതിക്കാരി ഇപ്പൊ നമ്മൾ പറയുന്നത് ശരിയാണോ എന്നറിയുന്നില്ല. ഒരു മെഡിക്കൽ മാനേജ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞ കേസിൽ ആ മാനേജ്മെന്റ് നടത്തിയോ അതോ സ്വാഭാവികമായിട്ട് അതങ്ങ് സംഭവിച്ചോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞൂടാ. അതൊക്കെ ഇതിൻ്റെ അകത്തെ ചിലവിധ ചോദ്യങ്ങളാണ്. അപ്പൊ ആ കേസിനെ സമയത്തുള്ള അതൊരു ഫ്ലിത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വഴുകുന്ന ഒരു സബ്സ്ട്രേറ്റത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഗതിയിൽ CPM മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മെറിറ്റ്, ഈ കേസിന്റെ മെറിറ്റ് എന്ന് പറയുന്നതിൽ അവര് മുൻകൂട്ടി അതിനെ റീഡ് ചെയ്തു. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ സരിതാ നായരുടെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അവര് സെക്രട്ടേറിയറ്റ് വരെ വളഞ്ഞതാണ്. അപ്പം അത്രയും അതൊക്കെ ആ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവാലുവേറ്റ് ചെയ്യാനും അതിനുള്ള ഒരു നടപടിക്രമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാനും ഒക്കെ അവർക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഒരു പ്രശ്നം പറയാൻ പറ്റുന്നത് അതിൻ്റെ അകത്ത് ഈ തീവ്രത കൂടിയ തീവ്രത കുറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അവര് ഒരുപക്ഷെ കുറച്ച് പിൻവാങ്ങി നിന്നതായിരിക്കാം. ഇതില് ഇപ്പോള് പുറത്ത് ചാടി വീണിരിക്കുന്നത് SFI-ക്കാരും DYFI-ക്കാരുമാണ്. SFI-ക്കാരുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഗവർണറുടെ പോയി കളിച്ച് അവസാനം കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിൽ SFI-യെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം ഷോസ് അവർക്ക് നിലനിൽക്കുന്നതിന്റെ ഭാഗമാണ്. കാരണം തിരുവിതാംകൂറിലെ പല കോളേജുകളിലും KSU മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇതൊന്നുമല്ല. ഇത് ശരിക്കും പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത് KPCC ആണ്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെയാണ്. അതായത് അടിസ്ഥാനപരമായ ഒരു ഘടകങ്ങളൊന്നും ഇല്ലാത്തൊരു സംഭവത്തിൽ പാർട്ടിക്ക് അതിന്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ചിത്രം. അതായത് ഇയാള് മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടോ ചെയ്തില്ലയോ എന്നുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ അതിലെ തെറ്റുകുറ്റങ്ങളുടെ മെറിറ്റ് അനലൈസ് ചെയ്ത്
ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം പെട്ടെന്ന് അവര് ആ സംഭവം അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതില് എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായ ഗ്രൂപ്പ് വഴക്കുകൾ ആരംഭിച്ചു തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന ആള്. ഇപ്പൊ കിട്ടിയ ചാൻസില് ഇദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റി. അപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആളൊന്നുമല്ല. അപ്പൊ അദ്ദേഹം അതിൻ്റെതായ ആ ഇക്വേഷനുകളിലൂടെ മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത. അതിന്റെ പരിക്ക് മുഴുവൻ ഏൽക്കാൻ പോകുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആണ്. അതായത് ഈ സന്ദർഭത്തില് ഇപ്പൊ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന മാങ്കൂട്ടത്തിനെ പ്രതിരോധത്തിലാക്കിയത് വഴി അതിലെ യുവജന നേതൃത്വത്തെയും യുവജനങ്ങളെയും ആണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ഘടകം എന്ത് ചെയ്തിരിക്കുന്നത്, സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. അവരെ ഒട്ടും പരിഗണിക്കുന്നില്ല. കാരണം മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ഒരാളാണെങ്കിൽ, അയാളുടെ പേരിൽ കേസുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാതെ ആ യൂത്ത് കോൺഗ്രസ്, അതായത് ഷാഫി തുടങ്ങിയ ആളുകളെ ഒക്കെ ഒഴിവാക്കത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ അവരെയൊക്കെ ഹർട്ട് ചെയ്യുന്ന വിധത്തിലാണ് സതീശന്റെ നീക്കം ഇപ്പം നടന്നിരിക്കുന്നത്. അത് വ്യക്തമായിട്ടും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളുടെ ഒരു വലിയ അമിട്ട് പൊട്ടുന്നതിന്റെ തുടക്കമായിരിക്കും. അപ്പോൾ ഈ വിഭാഗീയത, ഇതിന്റെ മെച്ചം, അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുന്നതിന്റെ മെച്ചം ലഭിക്കാൻ പോകുന്നത് BJPക്കായിരിക്കും. കാരണം കോൺഗ്രസിൽ രക്ഷയില്ല, കോൺഗ്രസ് സംരക്ഷിക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടിയാണെ സംരക്ഷിക്കും, കോൺഗ്രസിൽ സംരക്ഷിക്കത്തില്ല എന്നുള്ള ഒരു ഭാവന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പരന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും BJP ആണ്. പിന്നെ ഈ സ്ത്രീ വിഷയത്തില് ഒരു സംഭവം വളരെ കാലം നിരന്തരം നിലനിന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ, ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും രാഷ്ട്രീയ ചരിത്രത്തിൽ എങ്ങും കണ്ടിട്ടില്ല. ഏറ്റവും രസകരമായ സംഭവം, ഒരു സ്ത്രീ സംബന്ധമായ ഒരു വിഷയത്തിനെ തുടർന്ന് അതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ കേരളത്തിലുണ്ട്. ആ പാർട്ടി രണ്ടു മുന്നണിയിലും ഭാഗവാക്കാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിലെ ഈ സ്ത്രീ വിഷയം അല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തെ കാതലായ കാര്യം. അതിൻ്റെ ഇന്നർ കോർ എന്ന് പറയുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ്. ഈ ഗ്രൂപ്പ് വഴക്ക് ഏത് ദിശയിലേക്ക് പോകുന്നത് വരും കാലങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും CPM അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ പ്രത്യക്ഷത്തിൽ സ്വീകരിച്ച ചില നിലപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമാണ്. സാറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരുകളുടെ ഒരു വിക്റ്റിമായി മാറിയിരിക്കുകയാണ് മാങ്കൂട്ടത്തിൽ എന്നും നമുക്ക് പറയാം. അദ്ദേഹം ഒരു ഷോമാനാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പലതരത്തിലുള്ള തരികിടകളും ഒക്കെ കാണിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എല്ലാത്തിനും ഒരു ഉത്തരം പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ ചോദ്യചിഹ്നമായിട്ടൊക്കെ നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കെങ്കിലും പരാതികളുണ്ടോ, അല്ലെങ്കിൽ പോലീസിൽ ആരെങ്കിലും പരാതി നൽകിയോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരവ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച ഒരു തണുപ്പൻ പ്രതികരണവും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.